പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും ഒക്കെ അവഹേളിക്കപ്പെടുന്ന, വെറുക്കപ്പെടുന്ന ഒരു കാലമാണിത്. ഈ പെസഹ വ്യാഴാഴ്ച നമ്മുടെ മൊബൈൽ കോൺടാക്റ്റിലുള്ള എല്ലാ അച്ഛന്മാരെയും നമുക്ക് ഈ ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കാനായിട്ട് പരിശ്രമിക്കണം. കാരണം പൗരോഹിത്യത്തിന്റെ സ്പർശനമില്ലാത്ത ഒരു വിശ്വാസിയും ഈ ഭൂമിയിൽ നിന്ന് തിരികെ പോകില്ല. ഇത് കർത്താവ് ഏൽപ്പിച്ച വിളിയാണ്. അത് അത്യാവശ്യമാണ്. അത് ഈശോ അപ്പസ്തോലന്മാരുടെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു വിടുമ്പോൾ പറയുന്നുണ്ട്, സമാധാനം സ്വീകരിച്ചില്ല എങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരുമെന്ന്. ആശംസകൾ സ്വീകരിക്കുന്ന ഓരോ വൈദികനും, കൊടുക്കുന്ന ഓരോ വിശ്വാസിയും ചിന്തിക്കണം, ഈ കാലത്ത് എനിക്ക് ഈ ജീവിതവും ഈ വിശ്വാസവും, ഒപ്പം ഞാൻ ചെയ്യുന്ന, അർപ്പിക്കുന്ന, പങ്കെടുക്കുന്ന ഓരോ വിശ്വാസ ചടങ്ങുകളും എനിക്ക് വെറുമൊരു ആചാരമാണോ, അതോ ഈശോ പറഞ്ഞു കാണിച്ചു തന്നതുപോലെ അനുകരണമാണോ? ഒരു വൈദികൻ ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് ഒരു സമൂഹത്തെ മുഴുവൻ ലക്ഷ്യം വെക്കുമ്പോൾ തിരുവചനം പറയുന്നു, ഇടയനെ അടിക്കുക, ആടുകൾ ചിതറിക്കപ്പെടും എന്ന പിശാചിന്റെ ചില പദ്ധതികളാണ് നമ്മിലൂടെ അവൻ നടത്തുന്നത്. കുറവുകൾ മാത്രം ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ നമ്മുടെ വൈദികർ ചെയ്യുന്ന സേവനങ്ങളെ, സഹനങ്ങളെ, ത്യാഗങ്ങളെ മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കണ്ണുള്ളപ്പോൾ അതിന് വിലയറിയില്ല. ഇതില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ദുരിതം നമ്മുടെ മുതിർന്ന കാരണവന്മാർ പറയും. വിശുദ്ധ കുർബാനയില്ലാത്ത, പൗരോഹിത്യമില്ലാത്ത ഒരു കാലം നമുക്ക് മുമ്പിൽ വാവിളർന്നിരിപ്പുണ്ട്. സാത്താൻ അതിന്റെ പണിപ്പുരയിലാണ്. അവന്റെ ശിങ്കിടികളാകാൻ നമ്മൾ ആ കൂടെ കൂടുന്നുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. എന്നാലും കർത്താവും അവന്റെ സഭയും പൗരോഹിത്യവും അവന്റെ രണ്ടാം ആഗമനം വരെ ഈ ഭൂമിയിൽ കർത്താവ് ഏൽപ്പിച്ച അതേ പ്രതാപത്തോടെ ഉണ്ടാകുമെന്നത് മറ്റൊരു ഉറപ്പാണ്. എങ്കിലും ഈ പെസഹ ആഴ്ചയിൽ ഈശോ നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എൻ്റെ വൈദികരെയും അവരിലൂടെ ചൊരിയുന്ന കൃപാവരങ്ങളെയും സ്വീകരിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ?